എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ട് ഷെയർസിനെ കുറിച്ചാണ്. അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ഷെയർസ്. ആ ഷെയർസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പി ഇ വളരെ കുറഞ്ഞ പി ആണ്. അതായത് 10 അതിൽ താഴെയോ പി ഇ ഉള്ള രണ്ട് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ ശ്രീ ബജ്രംഗി അലയൻസ് എന്ന് പറയുന്ന ഷെയറാണ്. നമുക്കിവിടെ കാണാമല്ലോ ശ്രീ ബജ്രംഗി അലയൻസ്. പ്രത്യേകം നോട്ട് ചെയ്യണം, BSൽ മാത്രമേ ഇത് ട്രേഡ് ചെയ്യുന്നുള്ളൂ, NSൽ ട്രേഡ് ഇല്ല. 286 രൂപയുടെ ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ശ്രീ ബജ്രംഗിയുടെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂ. മാർക്കറ്റ് ക്യാപ്പ് വെറും 255 കോടി ഉള്ളത്. സ്റ്റോക്ക് പി നമുക്കിവിടെ നോക്കിയാൽ അറിയാം. സ്റ്റോക്ക് പി വളരെ കുറഞ്ഞ സ്റ്റോക്ക് പി 6.30 സ്റ്റോക്ക് പി ഉള്ളത്. ROC 3.29%, ROE 14.1% ഇതിൽ നിലവിൽ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതായത് ലാസ്റ്റ് ക്വാർട്ടർ ഡിസംബറിലാണ് ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുള്ളത്. അതായത് ഡിസംബർ 2023 ക്വാർട്ടറാണ് നമ്മളെ ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വാർട്ടർ ടു ക്വാർട്ടർ, അതായത് നമ്മളെപ്പോഴും റിസൾട്ട് പരിശോധിക്കുക ക്വാർട്ടർ ടു ക്വാർട്ടർ. അപ്പോൾ അതിന് മുമ്പ് അതിലത്തെ പ്രീവിയസ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 2022 ക്വാർട്ടറാണ്. അതാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സെയിൽസിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 46 കോടിയായിരുന്നു 2022 ഡിസംബറിൽ, ഇത് 124 കോടിയായിട്ട് സെയിൽ വർദ്ധിച്ച്. അതുകൂടാതെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ ലോസിലായിരുന്നു. അത് ഡിസംബർ 22 ക്വാർട്ടറിൽ ലോസിലായിരുന്നു. ഇപ്രാവശ്യം അത് 7.36 പ്രോഫിറ്റിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു. ലോസിലായിരുന്നത് പ്രോഫിറ്റിലായിട്ടുണ്ട്. നല്ലൊരു കുതിച്ചുചാട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 64% ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ഫണ്ടമെൻ്റൽ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ശ്രീ ബജ്രംഗി അലയൻസ് എന്ന് പറയുന്ന ഷെയർസിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാലാണ് കാണിക്കുക. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇൻട്രാഡിൽ. കണ്ട ഇവിടെ നമുക്ക് നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോടുകൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല വോളിയോടെ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാ, ഹൂജ് വോളിയം. ആ വോളിയത്തോടുകൂടി നന്നായിട്ട് കയറിപ്പോയിട്ടും ഒരു നല്ല രീതിയിൽ കയറ്റം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒന്ന് സ്റ്റക്കായിട്ട് താഴ്ന്നു. പക്ഷെ ആ താഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ സപ്പോർട്ട് എടുത്തത്. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. കണ്ട ഇനി രണ്ടാമത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണ്ട. ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയും ട്രെൻഡ് ലൈൻ വരച്ച് ഒരു ചാനലിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊരു ചാനൽ പോലെ. ഈ ചാനലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇൻട്രാഡേ ബേസ് വെച്ച് നോക്കുമ്പോൾ ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻട്രാഡേയിൽ നമുക്കൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചാനലൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഒരു ക്ലോസിങ്, ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നല്ലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി വീക്കിലി ഇങ്ങോട്ട് നോക്കാനുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഗുഡ് ബൈ എൻട്രി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇൻട്രാഡേ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ബ്രേക്ക് ഔട്ട് നടന്നു നല്ല വോളിയത്തോടുകൂടി, അതുകൂടാതെ ഒരു ചാനലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്ത് നടക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഇൻട്രാഡേയിൽ വേറെ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് വീക്കിലിയിലേക്ക് ഒന്ന് വീക്കിലിയിലേക്ക് ചാർട്ട് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക്. ഈ ലൈൻ നമുക്കൊരു നീട്ടി ബാക്കിലേക്കും കൂടി ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇവിടം വരെ വരച്ചു. ഓക്കെ, അപ്പോൾ നോക്കിയാൽ മൾട്ടി റെസിസ്റ്റൻസ് ഏരിയയുടെ ബ്രേക്ക് ചെയ്ത് കണ്ട 1, 2, 3 ഈ 3 പ്രാവശ്യം ഇത് റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു കണ്ട. അപ്പോൾ ഒരു മൾട്ടി റെസിസ്റ്റൻസ് ഏരിയ വിത്ത് വോളി. ഇവിടെ വോളി നോക്കും നമ്മൾ വീക്കിലി ക്യാൻഡിൽ ഇത്രയും വോളി ഇതേവരെ വന്നിട്ടില്ല. കണ്ട ഇവിടെ ഒരു വോളി ഉണ്ട്, പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വോളിയല്ല ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വോളിയത്തോടുകൂടി അത് കയറിപ്പോയി.
കയറിപ്പോയെന്ന് വെച്ചാൽ അത് വീണ്ടും നല്ല രീതിയിൽ കയറാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അതൊരു വലിയ 350 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. വലിയൊരു 3 ക്യാൻഡിൽ അവിടെ നിന്ന് 350. അപ്പോൾ അതിൻ്റെ ഒരു 350 അവിടെ അത് സ്റ്റക്കായിട്ട് വീണ്ടും താഴ്ന്നു. വീണ്ടും നമുക്ക് കാണാനായിട്ടുള്ള മറ്റുള്ള വസ്തുത എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇതേവരെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആദ്യം ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വീക്കിലി ക്യാൻഡിൽ വന്ന് വിത്ത് വോളിയത്തോടെ വന്ന ക്യാൻഡിലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഇൻട്രാഡേ ബേസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ ഒരു ബൈ എൻട്രി എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ബൈ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്നത്. അതായത് 245 ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. കാരണം ഇവിടെ ഒരു ഗ്യാപ്പും ഈ ക്യാൻഡിലിൻ്റെ താഴെ. അപ്പോൾ 245 നമുക്കൊരു സപ്പോർട്ടുള്ളത്. ആ സപ്പോർട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ട ഏരിയ. അപ്പോൾ കറണ്ട് ലെവലിൽ നമ്മൾ ഇൻട്രാഡേ വെച്ചിട്ട് നോക്കുമ്പോൾ ചാനലിൻ്റെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ നമുക്ക് എൻട്രി ഉണ്ടെങ്കിൽ കൂടിയും ഒരു 350 എത്തുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കാവാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ സ്റ്റക്കാവില്ല. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൂടാ എന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബ്രേക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ല ഇതിനുള്ളിൽ. അപ്പോൾ മിക്കവാറും ഒരു ടച്ച് ചെയ്ത് നിന്നിട്ട് അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും പോകാം, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് കയറി പോകാൻ എന്തായാലും മതി. പക്ഷേ ആ ലെവലിൽ എത്തുമ്പോൾ നമ്മളൊരു ബി കോഷ്യസ്, ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ ആ ലെവലിൽ നമ്മൾ നൽകേണ്ടതാണ്. ഇനി ആ ലെവലും കയറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത നമുക്ക് ലെവൽ വരുന്നത് ഏകദേശം 400. അതായത് 350 കയറിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ഈ ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഇവിടെ, അതായത് 400 ലെവൽ. അപ്പോൾ ആ 350 ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 400 വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതെത്താനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെ സപ്പോർട്ട് പോയിന്റ് 245. അതായത് നമ്മൾ ഇൻട്രാഡേ നോക്കിയാലേ, ഇൻട്രാഡേ നമ്മൾ നോക്കി ഇൻട്രാഡേ നമുക്കൊന്ന് ഇതാക്കാം. ഇൻട്രാഡേ നമുക്ക് ഇവിടെ വരുന്നത് ഒരു ചാനൽ നമുക്കിവിടെ വരച്ച് നോക്കാം. ഉണ്ടോ, താഴെയും നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഉണ്ടോ, ഇതിനുള്ളിലാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇതിന് മുകളിൽ എന്ന് പറയാൻ നമുക്കൊരു പ്രത്യേകമായ റേഞ്ച് നമുക്ക് പറയാം. ചിലപ്പോൾ ഇവിടെ ഇടയിൽ നമുക്ക് ഇവിടെ റേഞ്ച് വരുമ്പോൾ 290 ആയിരിക്കും. നാളെ മറ്റന്നാൾ ചിലപ്പോൾ 2-3 ദിവസം ഇവിടെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് വരുമ്പോൾ 286 ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഏത് ലെവലിൽ നമുക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ എടുക്കണമെങ്കിൽ ആ ലെവൽ എന്ന് പറയുന്നത് 290 ആയിരിക്കും. അതല്ല 2-3 ദിവസം ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ അത് 286 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഈ ചാനൽ. അപ്പോൾ അതിന് മുകളിൽ ട്രേഡ് ഉണ്ടെങ്കിൽ നമുക്ക് 240 കണ്ട ഇതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്. നമ്മൾ അതുകൂടാതെ വീക്കിലി നോക്കിയപ്പോൾ അതൊരു വലിയൊരു ക്യാൻഡിലായിരുന്നു, അതൊരു മദർ ക്യാൻഡിൽ. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആക്ട് ചെയ്യാൻ സാധ്യത, അതായത് 245 നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ചാർട്ട് എന്ന് വെച്ചാൽ മന്ത്ലി ചാർട്ടാണ്. അതായത് ബജ്റംഗി അലയൻസ് എന്ന് പറയുന്ന ഷെയറിൻ്റെ മന്ത്ലി ചാർട്ട്. ഈ മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ വ്യക്തമായൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്, അതായത് 400 റേഞ്ചിൽ. ഇനി സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ 350 റേഞ്ച് വരെ നമ്മൾ ഇവിടെ എത്തുന്നു പറഞ്ഞല്ലോ, ഈ റേഞ്ച് ഇതായാലും. അപ്പോൾ ആ 350 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 400 എത്തുമ്പോൾ അതൊരു ഡബിൾ ടോപ്പായിട്ട് മാറും. 400 എത്തുമ്പോൾ അതൊരു ഡബിൾ ടോപ്പായിട്ട് മാറുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോയുമ്പോൾ ഇതൊരു ഡബിൾ ടോപ്പായിട്ട് മാറില്ല, ഇവിടെ ഒരു ടോപ്പ് ഇവിടെ ടോപ്പ്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു പുൾ ബാക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കറക്ഷനോ വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ച് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. 400 എത്തുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി അഥവാ ബൈ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ണും പൂട്ടിയിരിക്കാതെ നമുക്കത് ശ്രദ്ധിക്കാം. അതും കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ അതാണ് ഈ ഷെയറിൻ്റെ ഒരു പ്രത്യേകത. ഇതും കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അതിൽ റെസിസ്റ്റൻസുകൾ ഇല്ലാത്തത് കൊണ്ട് മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോകാം. അപ്പോൾ ഈ ലെവൽ 350 എത്തുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുകൂടാതെ 400 ലെവൽ എത്തുമ്പോഴും നമ്മൾ ഒന്ന്
ചെറുതായിട്ടൊരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. 350 എത്തുമ്പോൾ ശ്രദ്ധ, 400 എത്തുമ്പോൾ ശ്രദ്ധ. നമ്മളെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ പോയിന്റ് മറക്കണ്ട. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ബുക്കിൽ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ബജറംഗ് അലയൻസ് എന്ന് പറയുന്ന ഷെയർസിൽ പറയാനുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷെയർസ് പോവാം. നമ്മുടെ അടുത്ത ഷെയറാണ് കിരൺ വ്യാപാർ ലിമിറ്റഡ്. ഈ കിരൺ വ്യാപാർ ലിമിറ്റഡിൽ 457 അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. സ്റ്റോക്ക് പി നമ്മൾ നോക്കിയ സ്റ്റോക്ക് പി 10, വെറും 10.2 സ്റ്റോക്ക് പി. ROC 3.32, ROE 2.68 ഇതിൽ കാണിക്കുന്നത് കിരൺ വ്യാപാർ. അപ്പോൾ കിരൺ വ്യാപാറിൻ്റെ ഒരു ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കിരൺ വ്യാപാറിൻ്റെ വീക്കിലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ല, വീക്കിലി ചാർട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ ഈ ലെവൽ ഇവിടെ ഒരു ലൈൻ വരച്ച് നോക്കിയാലേക്ക് മൾട്ടി റെസിസ്റ്റൻസ് കാണേണ്ടത്. താഴേക്ക് നമുക്കൊരു ലൈൻ വരച്ച് നോക്കിയാൽ കേട്ടാ, ഇതിനുള്ളിൽ കിടന്നിട്ടാണ് ഇതൊരു 2 വർഷത്തോളം അല്ലെങ്കിൽ 2.5 വർഷത്തോളം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ വിത്ത് വോളിയം കണ്ട. ഇവിടെ വോളിയം നോക്കിയാൽ വോളിയത്തോടുകൂടി അത് കയറിയിട്ട് പോയിട്ട് ആ ഏരിയ തന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നത് ഉണ്ടാ. 2 വർഷത്തോളം ഈ റേഞ്ചിനുള്ളിൽ 167, 168, 170 റേഞ്ചാണ് ഇത്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിട്ട് ഇവിടെ വരെ വന്ന് നിന്നത്. ഏകദേശം 195, 200 ലെവൽ വരെ പോയി വീണ്ടും താഴ്ന്നൊരു കറക്ഷൻ, ചെറിയൊരു പുൾ ബാക്ക് എന്നാണ് എന്ന് പറയാൻ പറ്റുമോ, അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്കൊരു വീക്കിലി ചാർട്ട് വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് വസ്തു. ഇത് വോളിയം കുറവുള്ള ഷെയർസാണ്. അപ്പോൾ എൻട്രി എടുക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കിരൺ വ്യാപാർ എന്ന ഷെയർ നമ്മൾ BSE മാത്രം ട്രേഡ് ചെയ്യുന്നുള്ളൂ, NSE ഇല്ല. BSE മാത്രമേ ഉള്ളൂ, NSE ഇല്ല. അതുകൂടാതെ ഇത് വോളിയം കുറവാണ്, ഈ ഷെയറിൽ വോളിയം കുറവാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ എൻട്രിയിലൊക്കെ ചിലപ്പോൾ വിറ്റ് പോകാനോ അല്ലെങ്കിൽ ബൈ എൻട്രിയോ നമുക്ക് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ വീക്കിലി ചാർട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത്രയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ചാർട്ടിനെ ഒരു മന്ത്ലിയിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. മന്ത്ലി എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് നോക്കാം. ഓക്കെ, മന്ത്ലിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ട് നമ്മൾ വീക്കിലിയിൽ കണ്ട ആ റേഞ്ച് തന്നെ കണ്ട. ഇവിടുത്തെ ഇവിടെ കണ്ടോ ലോങ് ലെഗ്ഡ് കാൻഡിൽസ് കുറേ വന്നു കണ്ട ഇവിടെ. അതുകൂടാതെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്ത് കണ്ട ഒരു ട്രയാങ്കിൾ ഫോർമേഷനാണ്. വിത്ത് വോളിയത്തോടു കൂടിയാണ് ഇത് കയറിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു ഈ റേഞ്ചിൽ തന്നെ. നമ്മൾ വീക്കിലി ചാർട്ട് വ്യൂ നോക്കുമ്പോൾ ഈ ലൈൻ ഏകദേശം 140 ആണ് നമുക്കൊരു ഇവിടെ ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. 140 റേഞ്ച്. അതിന് താഴെ ഇത് പോവുകയാണെങ്കിൽ അത്ര റിസ്ക് എടുത്തിട്ട്, അതായത് നമ്മൾ ഒരു 27, ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് 167, 27 രൂപ ഇതിലൊരു റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു ആ റേഞ്ചിൽ വരുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ ഒരു സപ്പോർട്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ വിറ്റുമാറുന്ന രീതിയിൽ വേണം നമ്മൊരു എൻട്രി ഇതിൽ പരിഗണിക്കാനായിട്ട്. അതുകൂടാതെ ഏകദേശം ഒരു 205 റേഞ്ചിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ 205 റേഞ്ച് വരുമ്പോൾ അവിടെ ഒരു പോസ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടം വരെ എത്തുമ്പോൾ ആ റേഞ്ച് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവിടം വരെ വന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു പുൾ ബാക്കോ ഒരു താഴ്ചയ്ക്കോ സാധ്യതയുണ്ട് 205 വരെ എത്തുമ്പോൾ. അപ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നമുക്കൊരു 205 വരെ ഇതിൽ പരിഗണിക്കാവുന്നതാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് മറക്കാതെ കുറിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് കടന്നു നിൽക്കുന്ന ഒരു ഷെയറാണ് ഇത് വിത്ത് വോളിയം ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പരിചയപ്പെട്ട 2 ഷെയർസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഓർ സെല്ല് റെക്കമെൻഡേഷനേ അല്ല. ഇത് ചാർട്ട് പാറ്റേൺ വരുമ്പോൾ അതിൽ എങ്ങനെ ഒരു ബൈ ഓർ സെല്ല് എൻട്രി അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പോയിന്റ് നമുക്ക് ഒരു നിഗമനത്തിലെത്താം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തതിന് അല്ലെങ്കിൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു ബൈ എൻട്രിയിലേക്ക് കടക്കാൻ പാടുള്ളതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.